ഇപ്പോൾ റിട്ടയർഡ് SP ജോർജ് ജോസഫ് ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ 14-ാം തീയതിയാണ് ഇത്തരത്തിൽ സിനിമാ സ്റ്റൈലിൽ ഒരു മോഷണം തൃശൂരിൽ നടന്നത്. എന്നിട്ട് ഇത്രയധികം ദിവസമായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പോലീസിന് പ്രതിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഒരു സ്കൂട്ടർ മാത്രം കേന്ദ്രീകരിച്ച ഒരു അന്വേഷണത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ ഓപ്പറേഷൻ രീതി കണ്ടപ്പോൾ അത് പോലീസിന് കണ്ടെത്താനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പല കേസുകളും CCTV ദൃശ്യത്തിലും വാഹനത്തിന്റെ യാത്രയുടെയും അതുപോലെ താമസിക്കുന്ന ഹോട്ടലോ അല്ലെങ്കിൽ ഫ്ളാറ്റിലോ അതൊക്കെ ബന്ധപ്പെടുത്തിയാണ് പോലീസ് കേരളത്തിലെ കേസുകൾ എപ്പോഴും ഡിറ്റക്ഷൻ ആകുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇയാൾ വന്ന 2 വീലർ അതിന്റെ ഫോൾസ് നമ്പറാണ്. അത് മിക്കവാറും ഒരു മോഷണ വണ്ടി തന്നെയായിരിക്കും. പിന്നെ അതിനകത്ത് അയാൾ ഐഡന്റിറ്റി അറിയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അയാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, കറുത്ത ഗ്ലൗസ് ഇട്ടിരിക്കുന്നു, കറുത്ത ജാക്കറ്റ് ഇട്ടിരിക്കുന്നു, അതുപോലെ തന്നെ അയാളെ ഒരു കറുത്ത ഷൂ തന്നെയാണ്, പാന്റും ഷർട്ടും. അയാളെ ഐഡന്റിറ്റി അറിയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് തന്നെ 3 മിനിറ്റേ ആകെ എടുത്തുള്ളൂ. 2 പേരെ അതിനകത്ത് വെച്ച് കണ്ടു. 7 സ്റ്റാഫ് ഉണ്ട് അതിനകത്ത്. 2 സ്റ്റാഫ് മറ്റുള്ളവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ രീതിയും വളരെ ക്വിക്കാണ്. 45-46 ലക്ഷം രൂപ ട്രഷറി ക്യാഷറിൽ അവിടെ ഇരുന്നപ്പം അതിൽ 15,20,000 രൂപ പോയെന്നാണ് ഇതുവരെ വന്നിരിക്കുന്ന വാർത്തകൾ. ബാക്കി കൊണ്ടുപോകാത്ത എന്തെന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം അതിനകത്ത് ഈ 2 മാനേജരെയും അവിടുത്തെ പിയൂണിനെയും ഒരു മുറിയിലോട്ട് പൂട്ടിയിട്ടപ്പം അവര് ആ മുറിക്കകത്തുനിന്ന് ഫോൺ ചെയ്യുന്ന ശബ്ദം ഇയാൾ കേട്ടിരിക്കാം എന്നാണ് ഒരു നിഗമനം. അത് മലയാളത്തിലാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അവിടുന്ന് രക്ഷപ്പെട്ട് പെട്ടെന്ന് കിട്ടിയ പണമായിട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പോലീസിനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് 2 വീലർ അങ്കമാലി ഭാഗത്തോട്ടും അതുപോലെ കോട്ട ഭാഗത്തോട്ടൊക്കെ ഓടിച്ച് ഇടവഴി കൂടെ അതിൽ പോയി. അത് ലോക്കൽ മലയാളി തന്നെ ആകും. ലോക്കൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു മലയാളി തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം അത് പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ തുടക്കം മുതലേ 2 ദിവസം കൊണ്ട് അത് പറയുന്നുണ്ട്. ആ ഓപ്പറേഷൻ രീതി വളരെ നല്ല ഇന്റലിജന്റ് ആയിട്ട് നല്ല സ്കില്ലാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇയാൾ വാഹനം കണ്ടെത്തിയാൽ തന്നെയും അത് ഇയാളുടെ ആകത്തില്ല. അത് മോഷ്ടിച്ച വാഹനമോ ഒക്കെ ആയിരിക്കാം. അപ്പൊ പിന്നെ ആ വാഹനം വെച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് കിട്ടാനായിട്ട് യാതൊരു സാധ്യതയും അതിനകത്തില്ല. കാരണം അയാൾ ഗ്ലൗസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഒരു എക്സ്-കൺവിക്റ്റ് ആണോ, പോലീസിന്റെ DCR അല്ലെ ഒരു റെക്കോർഡിനകത്തുള്ള ഒരു വിരലടയാളക്കാരനാണോ ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അതൊരു മുൻ ശിക്ഷക്കാരനാണോ എന്നൊന്നും അറിയത്തില്ല. ഏതെങ്കിലും കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിംഗർ പ്രിന്റ് ട്രേസ് ചെയ്തെങ്കിൽ ആളെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാമായിരുന്നു. ആ സാധ്യതയും പോയി. പിന്നെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വന്നുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. അത് നല്ല ഇന്റലിജന്റ് ആയാലൊരു ഓപ്പറേഷൻ രീതി. അതുകൊണ്ടാണ് അതിലോട്ട് പോലീസിന് പെട്ടെന്ന് വന്നു ചേരാനും സാധ്യത വളരെ കുറവാണ്.